പച്ചക്കറിത്തോട്ടത്തിലും മോഷണം. ചേർത്തല വയലാറിലുള്ള യുവകർഷകന്റെ തോട്ടത്തിൽ നിന്ന് 2 ലക്ഷത്തിലേറെ രൂപയുടെ തണ്ണിമത്തൻ കടത്തിക്കൊണ്ടുപോയി. വയലാർ പഞ്ചായത്ത് 15-ാം വാർഡിൽ മുക്കണ്ണൻ കവലയ്ക്ക് സമീപത്തുള്ള പച്ചക്കറിത്തോട്ടത്തിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത്. വയലാർ നാഗംകുളങ്ങര സ്വദേശി നന്ദകുമാർ പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കൃഷി ചെയ്തത്. വിളവെടുക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മോഷണം. 2 ലക്ഷത്തിലേറെ രൂപയുടെ തണ്ണിമത്തനും കുക്കുംബറും മറ്റും ചാക്കുകളിലാക്കി കടത്തിക്കൊണ്ടുപോയി. കുറേയേറെ തണ്ണിമത്തനും ചാക്കുകളും ടോർച്ചുമൊക്കെ കൃഷിയിടത്തിൽ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്കിൽ നിന്നും 1.5 ലക്ഷം രൂപ വായ്പയെടുത്താണ് കൃഷി ചെയ്തത്. 2.5 ലക്ഷം രൂപയുടെ വിളവാണ് മോഷണത്തിലൂടെ നഷ്ടമായതെന്ന് നന്ദകുമാർ പറഞ്ഞു. 15-ാം വാർഡിലെ എൻ്റെ കൃഷി സ്ഥലത്ത് ഇന്നലെ രാത്രിയോടുകൂടി തണ്ണിമത്തൻ കൃഷി ചെയ്യാന്ന് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ലോൺ എടുത്തും മുടക്കി കൃഷി പ്രിസിഷൻ ഫാമിംഗ് എന്ന രീതിയിലാണ് ഇവിടെ കൃഷി കൊണ്ടുവന്നതെന്ന് വെച്ചാൽ തണ്ണിമത്തനെല്ലാം വിളഞ്ഞ് പരുവത്തിനായുണ്ട്. ഈ പരുവത്തിനായ തണ്ണിമത്തനായിരുന്നു. ഇപ്പോൾ അവർ ഇന്നലെ രാവിലെ ഞാനിവിടെ വന്ന് എല്ലാം ചെടികളുടെ ആരോഗ്യങ്ങളും എല്ലാം നോക്കിയിട്ട് പോയതാണ്. നന്നായി കഴിഞ്ഞ് പോയത്. ഇന്ന് രാവിലെ ഇവിടെ വരുമ്പോഴാണ് തണ്ണിമത്തൻ കുറേയൊക്കെ ചാക്കിലാക്കി പറിച്ചിട്ടിരിക്കുന്നത് കണ്ടത്. ഇപ്പോൾ ഇത്രയും വലിപ്പമുള്ള തണ്ണിമത്തനാണ്. ഇപ്പോൾ ഇത് ഒരെണ്ണം മാത്രം, ഈ കുഞ്ഞ് തണ്ണിമത്തൻ പോലും, പിഞ്ച് തണ്ണിമത്തൻ പോലും ഒന്ന് വിളയാത്ത തണ്ണിമത്തനാണ്. ഇതെല്ലാം പറിച്ച് കൂട്ടി അവിടെ നശിപ്പിച്ച് നടക്കണ വഴിക്ക് ചെടികളെല്ലാം ചവിട്ടി നശിപ്പിച്ച് അത് ഇനി കുഞ്ഞു തീരെ പൊടി കായ്കൾ വരെ ചവിട്ടി നശിപ്പിക്കുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ആരാണെന്ന് അറിയില്ല. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവിടെ ചെയ്ത സംഭവം. നമ്മുടെ ഒരു 2 ലക്ഷം രൂപ ലാഭം പ്രതീക്ഷിച്ച കൃഷിയാണ്. ഇത് നശിപ്പിച്ച് ചെടികളുടെ ആരോഗ്യമൊക്കെ പൂർണ്ണമായും നശിച്ച രീതിയിലാണ്. ചെടിയുടെ മുകളിലേക്ക് കൂടി രാത്രി ചവിട്ടി നടന്ന് നശിപ്പിച്ച്. ഇപ്പോൾ ഈ തണ്ണിമത്തത്തിൻ്റെ വലിപ്പം വരേണ്ടതാണ്. ഇത് ഒരു ആവറേജ് തണ്ണിമത്തനാണ്. ഇപ്പോൾ ആയി വരുന്ന തണ്ണിമത്തൻ ഈ കിളന്ത് ഇത് വിളഞ്ഞിട്ട് കൂടിയില്ല. ഇതെല്ലാം പറിച്ച് കൂട്ടി അവിടെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചെറിയ കായകൾ ആയിരുന്ന ചെടികൾ പോലും ചവിട്ടി നശിപ്പിച്ച് മൊത്തം വയച്ച് കൂട്ടി നശിപ്പിച്ച് വൃത്തികേടാക്കി ഇവിടെ ഇട്ടിരിക്കുകയാണ് പറമ്പ്. വയലാർ ഫാം ക്ലബ്ബ് ഭാരവാഹി ജെയിംസ് എബ്രഹാം പുളിക്കലുമൊക്കെ സ്ഥലത്തെത്തി. ചേർത്തല പോലീസിൽ പരാതി നൽകി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി ആവശ്യപ്പെട്ടു. ഇതിന് ശക്തമായിട്ട് നമ്മളൊരു നടപടി എടുക്കണം. ഇതുപോലെ ഇനി ഉണ്ടാകാൻ പാടില്ല. ഒരു യുവ കർഷകനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ കർഷക രംഗത്തേക്ക് ആൾക്കാർ വരാതിരിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. നമുക്ക് എന്നും അവരവരുടെ വീടിൻ്റെ മുറ്റത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലുള്ള പാട്ടകൃഷികൾ ചെയ്താൽ അത് സംരക്ഷിക്കാൻ പറ്റാത്തൊരു ഇതാണ്. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് ശക്തമായൊരു നടപടി ഇതിനുണ്ടാകണം. കേസ് കൊടുത്തിട്ടുണ്ട്. അത് ക്രൈമിൽപ്പെടുത്തി തന്നെ ഇത് അന്വേഷിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. വിൻമീഡിയ ചേർത്തല.